1947 പാർട്ടീഷൻ വെച്ച് നോക്കണത്, പാർട്ടീഷന് ശേഷമുള്ള 2 രാജ്യങ്ങൾ അപ്പുറവും ഇപ്പുറവും, പാകിസ്ഥാനും ഇന്ത്യയും, അവർ സ്വയം പരാജയപ്പെടുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. അവരുടെ കയ്യിലുള്ള മതമാണ്, അവിടുത്തെ ജനങ്ങൾ വിഴുങ്ങുന്നത് കഴിക്കുന്നതും മതമാണ്. ഇത് സത്യത്തിൽ ഇന്ത്യൻ ഉപഭരണത്തിന്റെ ശാപമാണ് മതം. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റററി സെൻസിൽ ആണ്. ശാപം മീൻസ് ദാറ്റ് ഈസ്, വേറൊരു വാക്കില്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചതാണ്. ഈ സാധനം ഇങ്ങനെ കിടക്കുന്നത് ഇതാണല്ലോ. നോക്കൂ, എവിടെ നോക്കിയാലും എൻ്റെ റൂട്ട് മാന്തി ചെല്ലുമ്പോൾ മതമാണ്. ഇപ്പൊ ഇയാൾ കൊല്ലപ്പെട്ടതിന്റെ തന്നെ പോസ്റ്റർ ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകൾ പല സവിശേഷ വിശുദ്ധ പത്രങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇയാളുടെ ഈ ഉസ്മാൻ ഹാദിയുടെ ഫ്യൂണറൽ എന്താണ്, ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് പണ്ട്. അത് ഞാനൊന്ന് പറയായിരുന്നു. ഈ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ജനക്കൂട്ടം മയ്യത്ത് നിസ്കാരത്തിന് വന്നെന്ന് പറഞ്ഞു ഈ ഉസ്മാൻ ഹാദി. ഐ വുഡ് ലൈക്ക് ടു റീകോൾ 1927 അതാണെന്ന് തോന്നുന്നു. നമ്മുടെ റസൂൽ, അങ്ങനെയാണ് അതിന്റെ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത്. ആ ഒരു പുസ്തകത്തിലെ പണ്ട് ഈ സീതയെ അന്നത്തെ കുറെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്ഷേപിച്ചു എന്നുള്ളതിന് എതിരായിട്ട് മുഹമ്മദിന്റെ ഒരു ജീവചരിത്രം പുറത്തിറങ്ങിയിരുന്നു. അതിനകത്ത് മുഹമ്മദിന്റെ ജീവചരിത്രം പുറത്തിറങ്ങുമ്പം മുഹമ്മദ് എന്ന് ഈ പറഞ്ഞ പുസ്തകങ്ങൾ, ഈ ഖുർആൻ തന്നെ ഈ അടുത്തിടെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം ഇപ്പൊ ഇന്റർനെറ്റ് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്. ഇപ്പൊ ബുർഖ എന്താണ്, പർദ്ദ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് ഇപ്പൊ സാധാരണ മനുഷ്യർക്കെല്ലാം അറിയാം. അപ്പം അതിന്റെ കണ്ടിന്യൂറ്റിയാണ്. ഈ സാഹിത്യം കൂടുതലും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മതസാഹിത്യം അങ്ങോട്ട് വരുമ്പോൾ മതം പ്രകോപിപ്പിക്കൂടെ, ഇതാണോ നിങ്ങളുടെ മതം, നിങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെ ആളുകൾ അറിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവർ വൈകാരികമായി വ്രണപ്പെടുന്നു, അവർ അക്രമത്തിലേക്ക് തിരിയുന്നു, അസഹിഷ്ണുതയിലേക്ക് തിരിയുന്നു. അന്ന് വെട്ടും കുത്തും, ഇന്ന് വേറെ പരിപാടികൾ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പം ഇവര് ഈ രംഗീല റസൂൽ എന്നാണെന്ന് തോന്നുന്നു, എൻ്റെ തിരിച്ചാണോ മറിച്ചാണോ, എന്തായാലും അങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ ബ്ലാസ്ഫമി ലോ വരുന്നത്. അന്ന് ഈ പുസ്തകം ഇറക്കി, ബ്ലാസ്ഫമി ലോ വന്നു. ലാഹോറിലായിരുന്നു. കോടതി വെറുതെ വിട്ടു, പിന്നെ ഉപരിക്കോടതിയും വെറുതെ വിട്ടു. പക്ഷെ അതിന്റെ പബ്ലിഷർ, എഴുത്തുകാരനല്ല, ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു. ഈ റസൂലിന്റെ ജീവചരിത്രം, അതായത് സുന്ന എന്നോ സീറ മോഡലിൽ ഒരു സാധനം, അതെല്ലാം ഉള്ള കാര്യം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഉള്ള കാര്യം മാത്രമേ പറയുള്ളൂ. അല്ല എന്താണ് പറയുന്നത്, കൈനോട്ടക്കാർ പറയുന്നത് ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് വളരെ വലിയ പ്രശ്നമായി. അങ്ങനെയാണ് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്നത്. ഒരു 19 വയസ്സുകാരനാണ് കുത്തിക്കൊല്ലുന്നത്. ആ 19 വയസ്സുകാരന്റെ പേരെന്താ, എന്തായാലും പുള്ളി കുത്തിക്കൊന്നു. ഈ 19 വയസ്സുകാരന്റെ ശവം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര, അതിനാണല്ലോ നമസ്കാരം, മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് അല്ലെ. അവിടെ ആ സ്ഥലത്ത് കൂടിയത് ഇന്ന് ബംഗ്ലാദേശ് ഈ പെട്ടെന്ന് പൊട്ടി വീണ ഒരു നേതാവുണ്ടല്ലേ, ഉസ്മാൻ ഹാദി. അയാളുടെ ശവസംസ്കാരത്തിന് കൂടിയ, മയ്യത്ത് നമസ്കാരത്തിന് കൂടിയ ആളുകളുടെ ഒരു മേ ബി ഒരു 3 ഇരട്ടിയെങ്കിലും ഉണ്ടാവും. അടിച്ചു നോക്കും. അന്ന് അല്ലാമ ഇക്ബാൽ, നമ്മുടെ സാരെ ജഹാംസെ അച്ഛ എഴുതിയ അല്ലാമ ഇക്ബാലൊക്കെ പൊട്ടിക്കറിയായിരുന്നു. ഈവൻ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇല്ലേ, അയ്യോ, അദ്ദേഹത്തിൻ്റെയൊക്കെ ചങ്ക് നുറുങ്ങി പോവുമായിരുന്നു ഈ പയ്യന് വേണ്ടി. ഇവൻ ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ മോഡറേറ്റ് മുസ്ലിം, നാഷണൽ മുസ്ലിം എന്ന് പറയുന്ന റോൾ അഭിനയിക്കുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ ഇവൻ വഴിതെറ്റിപ്പോയി, എന്നാലും അള്ളാഹു അവന് നല്ല വഴി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവനോട് പരിതപിക്കുകയും അനുതാപം പ്രകടിപ്പിക്കുകയും ഐക്യപ്പെടുകയും ചെയ്യാറ്. എന്നാൽ ഈ കാണിച്ചത് ഡാഷ് പരിപാടിയാണ് എന്നല്ല. ഗാന്ധിജിയുടെ അടുത്ത ശിഷ്യനായിരുന്നു, നെഹ്റുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അസദ്. അദ്ദേഹത്തിനും ഈ പറയുന്ന അന്നത്തെ ഈ പയ്യന് വേണ്ടി, ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ
മതവുമായി ബന്ധപ്പെട്ട് മതത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അക്രമമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വെറിപ്രകടനങ്ങളോ ഒക്കെ നടത്തിയവരും അരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മതം അങ്ങോട്ട് ഒഴുകെത്തി വലിയ സ്പെക്ടക്കിൾ ആക്കുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു പ്ലേ ബുക്ക് സാധനമാണ്. അത് ആദ്യമൊന്നും അല്ല, ഇത് നിരന്തരമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇറാനിലെ ഖാസിം സുലൈമാനിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഇത് കണ്ട, അതൊക്കെ ചവിട്ടുകൊണ്ട് ആളുകൾ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. മതം. ഖാസിം സുലൈമാനിയുടെ ഘോഷയാത്ര എന്ന് കാണുന്നതാണ്, അതൊന്ന് അടിച്ചു നോക്കും നിങ്ങൾ. അല്ല, ഞാൻ ഇന്ന് മലയാള പത്രങ്ങളിലെ 1-2 പത്രങ്ങളിലൊക്കെ ഫോട്ടോ ഇങ്ങനെ ഇന്റർനെറ്റിൽ ഇങ്ങനെ പ്രസരിക്കുന്നത് കണ്ടാണ്. പിന്നെ കുറെ ദാവ ചാനലുകൾ, പിന്നെ അത് പോട്ടെ, അത് ഫൺ ചാനലുകളാണെന്ന് പറയാം. പക്ഷെ എന്നാലും പത്രങ്ങൾ തന്നെ ഇത് വലിയൊരു കാര്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഭയങ്കര എന്നുവെച്ചാൽ ഇവനെ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നല്ല പറയുന്നത്. നോക്കൂ, ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരു വിദ്യാർത്ഥി നേതാവാണ്, കുറച്ച് പ്രായമേ ഉള്ളൂ, ഇന്ത്യ ആണോ കൊന്നത് എന്ന് സംശയിക്കുന്നു. അതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാണ്. താലിബൻ വിസ്മയം എന്ന് പറഞ്ഞ അതേ ഗ്ലോറിഫിക്കേഷനാണ്.